അല്ല മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല, രണ്ട് സിനിമ ക്വീനും ജനഗണമനയിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ശരി. ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ആ ഒരു ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാമ്പസിലെ പിള്ളേർക്കാണ്, അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ്. അത് തന്നെയാണ് ഇപ്പോൾ ബ്രദറെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമന മോർ ഓഫ് എ നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യും. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പലരും എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നിവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും കൃഷ്ണ സോങ് ഇറങ്ങിയ സമയത്തും ഞങ്ങൾ കാണുന്ന എല്ലാ പ്രശ്നം നിവിൻ ഞാൻ കോമ്പോ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒറ്റ ടീച്ചർ കൊണ്ട് എൻ്റെ ഇത് മാറ്റി. എനിക്കും ഇത് ഏത് ടൈപ്പ് ജോണർ ചിത്രമാണ്? അല്ല, ഇതാണ് ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാര്യം. ഞങ്ങൾ പ്രോമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു തമാശകളുണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷേ എനിക്കൊരു പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് നോക്കുമ്പോൾ ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല. നമ്മൾ ഉദ്ദേശിച്ചത് കുറേ നാളേക്ക് നിവിൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പം നിവിൻ്റെ തമാശ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങളുടെ കളിയിൽ അല്പം കാര്യം എന്ന രീതിയിലേക്ക് ആ ടീസർ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഇവിടെ ഇപ്പോ ഈ എല്ലാവരും ടീച്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ നിവിൻ പോളിയും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഇത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും നേരത്തെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയൊരു വികാരമായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിവിനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇന്നലെ വന്ന ടീച്ചറിലാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് അറിയാം. എങ്കിൽ തന്നെ മലയാളത്തിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകർ ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോമോ കണ്ടു കാണും. പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഹ്യൂമർ ട്രാക്ക് ഭയങ്കരമായിട്ട്.
അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രോമോയിലായാലും മലയാളി യാന്ത്രത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം. ശരി, നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ്. ഈ സിനിമ അതല്ല. സിനിമ വളരെ അവൻ്റെ ആ റിയലായിട്ട് നാച്ചുറൽ സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ. സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇതിൽ വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. അല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല. ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് ആയിട്ട് അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമൻറ്റുകളോട് എന്താ പറയാനുള്ളത്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീസറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന, അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സറ്റിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീസർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ്. ഒരു കൈനോട്ടക്കാരി മുത്തപ്പൻ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇങ്ങനെയുള്ളത്. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര. ഡിജോചേട്ടൻ്റെ ക്യൂനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാളികൾ സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. അപ്പോൾ നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ, അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ആ എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപി, മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അത് കൂടാതെ അല്പം കാര്യവുമുള്ള സിനിമ. അതല്ലാതെ ഈ ടു മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്, അതങ്ങനെ നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യൂൻ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ഈ സിനിമ. രണ്ട് ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പം ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ അതോ ഷാരിസ് ബ്രോനുള്ള കോൺഫിഡൻസിന് കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല നിവിൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ് ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോള് നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ട് സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യണ്ട. കാര്യം അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവനെന്നെ അറിയാം ചിലത് നിനക്ക് വർക്കായില്ലേ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ നമ്മൾ ബന്ധം അതാണ്. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ രണ്ടെണ്ണം ചെയ്തത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ നമ്മൾ ക്യൂഎല്ല് ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തു. നെക്സ്റ്റ് മൂവി ജനഗണമനയിൽ പ്രൊഫസർ. അപ്പോൾ അതിലിപ്പോൾ കള്ളനും കൊള്ളക്കാരനും ബോംബെറിനൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തിരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്. അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഇല്ല, അവിടെ ഒന്നുമില്ല. ശരി, ഇല്ല ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രൊമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ. വേറെ ഇപ്പം നമുക്കറിയാം നിവിനും ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ധ്യാനും ഉണ്ട്. അപ്പം മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്
ഇപ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മുണ്ടേ ഷർട്ട് റൈറ്റാൻ ക്ലാസ് നമ്മുടെ കൂട്ടുകെട്ട്. അപ്പോൾ അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കുമോ ഈ മലയാളി ഫ്രം ഇന്ത്യ? ഇപ്പോൾ ഇവരുടെ കോംബോ ആദ്യമായിട്ടാണ്. അല്ല എല്ലാം നീ പറഞ്ഞില്ല. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കടമെടുക്കാൻ പോകുന്ന ഓരോ വാക്ക് അത് നിനക്ക് കണക്റ്റ് ആയിട്ടുള്ളതാണ്. കൂട്ടുകെട്ട്, സൗഹൃദം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം അഹങ്കാരം, ഇതെല്ലാം നമ്മളുടെ വികാരമല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലും കണക്റ്റ് ആണ്. സൗഹൃദം മാത്രമല്ല, എല്ലാം ഉണ്ട്. ചെറിയ വികൃതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകുതി പ്രായം പെണ്ണിൻ്റെ പുറം കണക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലാം അടങ്ങുന്ന കുറേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൽബർട്ട് ഗോപി. അയാളും അയാളുടെ സുഹൃത്തായ മൽഘോഷും. സുഷിൻ ശ്യാം, ഹലോ. സുഷിൻ ശ്യാം എല്ലാം ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവരാനുള്ള കാരണം? അത് ബേസിക്കലി ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവന്നൊന്നുമല്ല. അദ്ദേഹം ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്ക്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ആ സമയം മുതലേ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ച് നടന്ന ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാൽ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ് നീതേട്ടനെ പാടിപ്പിക്കാൻ വെച്ചത്. അപ്പോൾ ജെയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി. അപ്പോൾ അതിനുശേഷം ജെയ്ക്സ് തന്നെയാണ് ക്വീൻ ചെയ്തത്, ജനഗണമനയും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നത്, എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് സുഷിനെ എനിക്ക് ഭയങ്കര, നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് അല്ലേ സുഷിൻ്റെ വർക്ക്, മഞ്ഞമേലിലൊക്കെ. അപ്പോൾ ജെയ്ക്സും ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാനും ജെയ്ക്സും കുറച്ചും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റിലീസിനൊന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത്. നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പം ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച പ്രസംഗിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ, മലയാളി ഫ്രം ഇന്ത്യ ആണ്. എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.